ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ 40ാമത്തെ ദിവസമാണ് ഇന്ന് ഡെയിലി ബൂസ്റ്ററിൻ്റെ. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്റർ ഇങ്ങനെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ 40 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇംഗ്ലീഷ് മലയാളം മാത്സ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. 400 മലയാളം പഠിച്ചു, 400 ഇംഗ്ലീഷ് പഠിച്ചു, 400 മാത്സും. 400 അല്ല, അതിൽ കൂടുതലുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 എണ്ണം വീതമുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിൻ്റെ കഴിഞ്ഞ എസ്സേയുടെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാൻ നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കാം. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അതും കൂടി അതിൻ്റെ GK പോർഷൻ കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി ഫോഴ്സിൻ്റെയും അതേപോലത്തെ എസ്സേ അങ്ങനത്തെ പോസ്റ്റുകൾക്ക് നോക്കുന്നവർ മാത്രം എന്ത് ചെയ്യുക, സ്പെഷ്യൽ ടോപ്പിക്കും കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പോകാം. നോക്കിക്കേ, fill in the blanks. എന്താ പറഞ്ഞിരിക്കുന്നത്? With the correct word. The story is that there has been great dash disruption a delete എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? The story is that there has been great. ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? അതായത് ക്ലൈമാറ്റിക് ആണ്. ക്ലൈമാറ്റിക് എന്ന് പറയും. അതായത് എന്താണ് ക്ലൈമാക്സ്? നമ്മൾ പറയത്തില്ലേ, ഏറ്റവും അവസാനത്തെ ആ ഒരു സംഭവം, അതിനെ തന്നെയാണ് ക്ലൈമാറ്റിക് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഇവിടെ ഏതാണ് വരേണ്ടത്? A ആണ്. അതായത് 2 ആണ് ശരി എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ A ആണ്. ക്ലൈമറ്റ് എന്താണ്? ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ഥലത്ത് ഒരു ലോങ് ടൈം ആയിട്ട് ഉണ്ടാകുന്ന ഒരു വെതറിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ക്ലൈമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് അത് എന്ന് പറയുന്ന ആ ഒരു ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇന്റൻസിറ്റി ആണ്. അതായത് എക്സൈറ്റ്മെന്റ്. നമുക്കറിയാം ക്ലൈമാക്സ്, സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ നമുക്കൊരു ഇന്റൻസ് അല്ലെ, ആ ഒരു ഇന്റൻസിറ്റി ഫീൽ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ എന്താണ്? ദ സ്റ്റോറി ഈസ് ദാറ്റ് ദെയർ ഹാസ് ബി എ ഗ്രേറ്റ് ക്ലൈമാറ്റിക് ഡിസ്ട്രപ്ഷൻ എ ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. Add a suitable question tag. Wait a minute dash somebody has called. Wait a minute നമുക്ക് can you, will you ഒക്കെ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. സംബഡി ഹാസ് കോൾഡ്, നമുക്ക് അതാണ് ഈസി, ഇത്തിരി കൂടി എളുപ്പം. സംബഡി ഹാസ് കോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ്, ഇവിടുത്തെ ഇത് പോസിറ്റീവ് ആണ്. സോ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം ടാഗ് വരേണ്ടതാ. ഇവിടെ നെഗറ്റീവ് ടാഗ് വന്നിരിക്കുന്നത്, ഇത് ഹാവ് ദേ ആണ് വന്നിരിക്കുന്നത് അല്ലെ, പോസിറ്റീവ് ആണ്. അപ്പൊ അതല്ല നമുക്ക് മനസ്സിലായി. പിന്നെ എന്താ പറയുന്നത് നോക്കിക്കേ, സംബഡി എന്ന് പറയുമ്പോൾ അത് ടാഗ് അവിടുത്തെ എന്താണ്? ദേ അല്ലേ. അപ്പൊ ഇവിടെ ഹാസ് അല്ല, ഹാസിൻ ദേ എന്നല്ല വരേണ്ടത്, ഹാവിൻ്റെ ആണ് വരേണ്ടത്. ഹാവിൻ്റെ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് വരും? ഹാവിൻ്റെ ദേ ആണ്. അങ്ങനെ വരുന്ന ഏതാണ്? അപ്പൊ ഇത് ഓപ്ഷൻ എ. അപ്പൊ ഇവിടെ എന്ത് വരണം? വെയിറ്റ് എ മിനിറ്റ് ക്യാൻ യു എന്നാണ് വരേണ്ടത്. ക്യാൻ യു. ഇവിടെ എന്ത് വരണം? ഹാവിൻ ദേ ആണ് വരേണ്ടത്. ഓക്കെ. ഇവിടെ വെയിറ്റ് എ മിനിറ്റ് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും അത് ആൻസറിലേക്ക് എത്താനായിട്ട്. അപ്പൊ ഇതെന്താണ്, നമുക്ക് ഇത്തിരി കൂടി എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. Insert a suitable article. Tiger animal equal to lion in size is native of Asia എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ വരേണ്ടത്? ഈ അനിമൽസിനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം അതിനെ ദ ടൈഗർ അങ്ങനെയല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ദ ടൈഗർ ആണ് വരേണ്ടത്. ദ ഉള്ളത് നോക്കിക്കേ, ദ ഉള്ളത് ഇത് രണ്ടിനും എന്തുണ്ട്? ദയുണ്ട്. ആനിമൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻ ആണ് വരേണ്ടത് അല്ലെ. ദ ടൈഗർ ആൻഡ് ആനിമൽ ഈക്വൽ ടു, ഇവിടെയും എന്താണ് ഈ പറയുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്, ഈക്വൽ ടു ദ ലയൺ. എന്താണ്? ആൻഡ് ടൈഗർ ആൻഡ് ആനിമൽ ഈക്വൽ ടു ദ ലയൺ ഇൻ സൈസ് ഈസ് എന്താണ്? ഈസ് എ നേറ്റീവ് ഓഫ് ഏഷ്യ എന്നാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് പറയും? ഇവിടെയും ദായാണ് വരേണ്ടത്. അപ്പൊ ദ ആൻഡ് ദ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. 2 ആണ് വരേണ്ടത്. ബി അല്ല, സോറി, ഏത് വരും? ഡി ആണ് വരേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? 2ാമത്തതാണ്. നേരെ നിങ്ങൾ പോയിട്ട് ഓപ്ഷൻ ബി എന്ത് ചെയ്യരുത്? മാർക്ക് ചെയ്യരുത്. ഇവിടെ എന്താണ്? ഷഫിൾ ചെയ്താണ് ABCD തന്നിരിക്കുന്നത്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ്? എന്താണ്? പെർസ്യൂ, മിനിസ്ക്യൂൾ, പിന്നെന്താണ്? ബൂർഷ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? ബി അവർ ജിയോ ഈസ്. ഇതാണ് നമ്മുടെ ബൂർഷ്വായുടെ സ്പെല്ലിംഗ്. ഇവിടെ എല്ലാത്തിലും തന്നിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അടുത്തത് നോക്കണം. ഇവിടെ ബൂർഷ്വാസി എന്നുള്ള ഇതിലാണ് വരേണ്ടത്, ബൂർഷ്വാസി. അപ്പൊ ഇവിടെ ആ ഒരു സ്പെല്ലിങ്ങിലാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. ഇനി നോക്കിക്കേ, പെർസ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? PURSUE ആണ് പെർസ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അവിടെ അതേപോലെ തന്നെ ബൂർഷ്വാസി എന്ന് പറയുന്നത് ISI ആണ് വരേണ്ടത്. അതായത് ഈ ഓപ്ഷൻ 4 ഇതാണ് ശരിയായിട്ട് വരേണ്ടത്. മിനിസ്കൽ സ്പെല്ലിംഗ് പഠിച്ചു വെക്കണേ. പെർസ്യൂ, അതേപോലെ ബൂർഷ്വ എന്ത് വരണം? ബൂർഷ്വാസി IE ആണ് ബൂർഷ്വാസി. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി 4 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ദ ആന്റോണിം ഓഫ് ആക്സിഡന്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ആക്സിഡന്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ,
അറിയാതെ വരുന്നത്. അപ്പൊ എന്തായിരിക്കണം? അൺഇൻറ്റൻഷണൽ, ഇൻസിഡന്റൽ, ഇന്റൻഷണൽ, നൺ ഓഫ് ദീസ്. ഏതാണ്? ആക്സിഡന്റൽ അല്ലാതെ ഇന്റൻഷണൽ, പർപ്പസ്ഫുള്ളി എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ ഏതാണ്? ഇന്റൻഷണൽ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് ഡയട്രൈബ്. ഡയട്രൈബ് എന്ന് പറയുമ്പോൾ അതിന്റെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഡയട്രൈബിന്റെ സിനോണിം ആയിട്ട് ഇവിടെ വരേണ്ടത്? വെർബൽ അറ്റാക്ക് അഗെയിൻസ്റ്റ് എ പേഴ്സൺ, അതിനെയാണ് നമ്മൾ ഡയട്രൈബ് എന്ന് പറയുന്നത്. വെർബൽ അറ്റാക്ക് അഗെയിൻസ്റ്റ് എ പേഴ്സൺ, ഒരാൾക്കെതിരെ നമ്മൾ എന്താണ് വാക്കുകൾ കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നതിനാണ് ഡയട്രൈബ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വൺ വേർഡ് ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്. പട്ടികളെ എക്സ്ട്രീം ഫിയറിന് എന്ത് പറയുന്നുണ്ട് നമ്മൾ? അതിനെയാണ് എന്ത്? സൈനോഫോബിയ എന്ന് പറയുന്നത്. സൈനോഫോബിയ. എന്താണ്? സൈനോഫോബിയ. എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ് ആണ് എന്ത്? സൈനോഫോബിയ. ഓക്കെ, ഇപ്പൊ നമ്മൾ വീടുകളിലൊക്കെ പട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സൈൻ വെച്ച് കൊടുക്കും അല്ലെ? നമ്മൾ പുറത്ത് ഗേറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും, നായുണ്ട് സൂക്ഷിക്കുക. അപ്പൊ എന്താണ്? അപ്പൊ അവരെന്ത് ചെയ്യണം? പേടിക്കണം അല്ലെ? പട്ടിയെ പേടിയുള്ളവർ എന്താ സ്വാഭാവികമായിട്ട് അകത്തേക്ക് വരരുത്. അപ്പൊ അവർക്ക് അതെന്താണ്? സൈനോഫോബിയ ആണ്. സൈൻ കൊടുക്കുന്നുണ്ട്. സൈനോഫോബിയ. ഓക്കെ ആണല്ലോ. സൂഫോബിയ എന്താണ്? സൂഫോബിയ എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളോടുള്ള പേടിയാണ്. സൂ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ സൂവിൽ പോയിട്ട് ആരെയെ കാണുന്ന? മൃഗങ്ങളെ അല്ലേ? അപ്പൊ സൂഫോബിയ എന്ന് പറയുമ്പോൾ മൃഗങ്ങളോടുള്ള പേടിയാണ് സൂഫോബിയ. പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് ക്ലസ്ട്രോഫോബിയ. ക്ലസ്ട്രോഫോബിയ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലസ്ട്രോഫോബിയ അതായത് ഈ ഇടുങ്ങിയ സ്ഥലങ്ങളില്ലേ, ചിലവർക്ക് ഉണ്ടാവും ലിഫ്റ്റിലോട്ടൊക്കെ കയറുമ്പോഴുള്ള ഒരു പേടി. ഇടുങ്ങിയ സ്ഥലങ്ങളോടുള്ള പേടിയാണ് നമ്മൾ ക്ലസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. He said that the horse had died in the night. Change into indirect speech. Indirect speechലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? He said the horse would die in the night. ഇവിടെ ഏതാണ് വരേണ്ടത് ആൻസർ ആയിട്ട്? He said the horse died in the night. ഇവിടെ പറഞ്ഞിരിക്കുന്നത് had died ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ ഏത് വരും? died ആണ് വരേണ്ടത് അല്ലെ? അപ്പൊ he said the horse, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഹി സെഡ് ദ ഹോഴ്സ് ഡൈഡ് ഇൻ ദ നൈറ്റ്. അതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. നെയ്തർ ഓഫ് ദ ബോയ്സ് ഡാഷ് ഓൺ ടൈം ടു ക്യാച്ച് ദ ബസ് ഹോം അല്ലെ? നെയ്തർ ഓഫ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഈച്ച് ഓഫ്, പിന്നെ എന്താണ്? നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, നെയ്തർ, അതേപോലെ തന്നെ എയ്തർ ഓഫ്, എവരി വൺ ഓഫ്, പിന്നെ എന്താണ്? വൺ എമംഗ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡെയിലി ബൂസിന്റെ ഫസ്റ്റിൽ നമ്മളിത് ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. വൺ എമംഗ്, പിന്നെ എന്താണ്? ഈച്ച് ഓഫ്, പിന്നെ എന്ത് പറയാം? വൺ ഓഫ്, പിന്നെ എന്താണ് പറയാൻ വേണ്ടി പറ്റുന്നത്? എവരി വൺ ഓഫ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എവരി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇവയോടൊപ്പം എന്ത് വേണം? നൗണ്, പ്ലൂറൽ നൗൺ ആയിരിക്കണം അല്ലെ? പ്ലൂറൽ നൗണും അതിൻ്റെ ഒപ്പം വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, നെയ്തർ ഓഫ് ദ ബോയ്സ്, ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. അതിൻ്റെ ഒപ്പം എന്ത് വേണം? സിംഗുലർ ആയിരിക്കണം വെർബ്. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്? വാസ് അല്ലെങ്കിൽ വേറാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ വാസേ വരാൻ പറ്റുള്ളൂ. അപ്പൊ വേറുള്ള രണ്ടും അങ്ങ് വെട്ടിക്കോ. അപ്പൊ രണ്ട് വാസ് ഉണ്ട് അല്ലെ? ഇനിയിപ്പോ അടുത്തത് നോക്കാം നമുക്ക്. എവരി വൺ ഓഫ്, അതും നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്. എവരി വൺ ഓഫ് ദം അല്ലെ? അവിടെ എന്താണ്? പ്ലൂറൽ നൗൺ ആണ് അല്ലെ വന്നിരിക്കുന്നത്? എവരി വൺ ഓഫ് ദം. ഇവിടെയും എന്ത് വേണം? സിംഗുലർ വെർബ് വേണം. സോ ഇവിടെയും എന്താണ്? വാസാണ് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് പറയുന്നത്? ഈച്ച് ഓഫ്, വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, ഗ്രൂപ്പ് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, എവരി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, വൺ എമംഗ്, അതേപോലെ വൺ ആൻഡ് ഹാഫ്. ഇവയെല്ലാത്തിൻ്റെ ഒപ്പം എന്ത് വരണം? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കണം വരേണ്ടത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വാസാണ്. ഏതാണ് അല്ലെ? 3 ആണ് അല്ലെ? 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. സ്റ്റേറ്റ് വെദർ ദ ഇറ്റാലൈസ്ഡ് വെർബ് ഈസ് എ ഡൈനാമിക് വെർബോ സ്റ്റാറ്റിക് വെർബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡൈനാമിക് ആണോ സ്റ്റാറ്റിക് ആണോ എന്നുള്ളത്. ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് വെർബ് സീം വെരി കൺഫ്യൂസിങ് ടു സം പീപ്പിൾ. ഇവിടെ തന്നിരിക്കുന്നത് സീം എന്നുള്ളതാണ് കേട്ടോ, ഇറ്റാലിക്കിൽ തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ഡൈനാമിക് ആണോ സ്റ്റാറ്റിക് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് വെർബാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്റ്റാറ്റിക്, എന്താണ് ഈ പറയുന്ന ഡൈനാമിക്. അപ്പൊ സ്റ്റേറ്റ് അതാണ് വരേണ്ടത് കേട്ടോ. നോക്കാം നമുക്ക്. സ്റ്റാറ്റിക് വെർബ് എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് കണ്ടോ. അതായത് എന്തൊക്കെ പറയാം? ഇപ്പൊ ലവ്, ഹേറ്റ്, ലൈക്ക്, ഹിയർ, സൗണ്ട്, തിങ്, മൈൻഡ്, അങ്ങനെയുള്ള നമ്മുടെ ഫീലിങ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെർബുകൾ എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് ആണെങ്കിൽ എന്താണ്? നമുക്കറിയാം കുറെ ആക്ഷൻസ് അല്ലെ? എന്തൊക്കെ വരാം? ഈറ്റ് വരാം, അതേപോലെ ഡ്രിങ്ക് വരാം,
പിന്നെ എന്താണ് ഗോ അല്ലെ, റണ്ണ്, ടൈപ്പ്, റീഡ്, ലിസൺ അല്ല ING ചേർത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. സ്പീക്ക്, വാച്ച്, സേയിങ്, ഗ്രോ, ഗ്രോയിങ്, വർക്ക്, വർക്കിംഗ്, സ്ലീപ്പ്, സ്ലീപ്പിംഗ്, പ്ലേ, പ്ലേയിങ്, കുക്ക്, കുക്കിംഗ് അല്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ നമ്മുടെ ആക്ഷൻസിനെയാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ആകുമ്പോൾ എന്താണ് പറഞ്ഞത്, അല്ലെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ്, ആ ഒരു ഫീലിംഗ് ആണ്. ഇപ്പൊ ലവ് ആകാം അല്ലെ, നമ്മുടെ വിഷ്, നമ്മുടെ സീം, അതേപോലെ റെക്കഗ്നൈസ്, മൈൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, സ്റ്റേറ്റീവ് ആണ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. എന്താന്ന് നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത്, വിഹകം എന്ന വാക്കിന്റെ അർത്ഥമാണ് നമുക്ക് വേണ്ടത്. വിഹകം എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? അത് വിഹകം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് അല്ലെ, പക്ഷി. വിഹകം എന്താണ്? പക്ഷിയാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഇനി ഭൂമി എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം വരാൻ പറ്റുന്നത്? ഒരെണ്ണം നമുക്ക് പഠിച്ചു വെക്കാം. ക്ഷോണി എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിയാണ്. പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ വിഹകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയാണ്. വിഹകം എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷിയാണ്. പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? എന്താണ് പ്രത്യേകം? പ്രതി പ്ലസ് ഏകമാണ് പ്രത്യേകം. പ്രതി പ്ലസ് ഏകം പ്രത്യേകം. അതി പ്ലസ് അന്ത്യം. എന്താണ് അതി പ്ലസ് അന്തം? അതി പ്ലസ് അന്തം എന്ന് പറയുന്നത് അത്യന്തം. അതി പ്ലസ് അന്തം അത്യന്തമാണ്. അടുത്തത് കാവ്യ പ്ലസ് ഉപകരണം. എന്താണ് കാവ്യ പ്ലസ് ഉപകരണം എന്ന് പറയുന്നത്? കാവ്യോപകരണമാണ്. എന്താണ്? കാവ്യോപകരണം. ഓക്കെ ആണല്ലോ. ഇനി ആന പ്ലസ് ഭ്രാന്ത്, ഇതൊന്ന് പഠിച്ചു വെക്കണേ. നമ്മൾ ചിലപ്പോൾ ഓർക്കും, നമ്മൾ ഒരു വട്ടം ഇത് പറഞ്ഞിട്ടുണ്ട്. ആന പ്ലസ് ഭ്രാന്ത് എന്ന് പറയുന്നത് എന്താണ്? ആനഭ്രാന്ത് എന്നല്ല, അതിങ്ങനെയാണ് വരേണ്ടത്. ആനഭ്രാന്ത്, ഇതാണ് വരേണ്ടത് കേട്ടോ. നമ്മൾ ശരിക്കും ആനഭ്രാന്ത്, ഈ ഒരു ബ് എന്നുള്ളത് നമ്മൾ വിട്ടുകളയും. അത് അങ്ങനെയല്ല വരേണ്ടത്. ആന പ്ലസ് ഭ്രാന്ത് ആനഭ്രാന്താണ്. അതി പ്ലസ് അന്തം അത്യന്തം. കാവ്യ പ്ലസ് ഉപകരണം കാവ്യോപകരണം. പ്രത്യേകം എന്ന് പറയുമ്പോൾ എന്ത് വരും? പ്രതി പ്ലസ് ഏകമാണ് പ്രത്യേകം എന്ന് പറയുന്നത്. സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീതം. സ്വാശ്രയം എന്താണ്? സ്വാശ്രയം ഓപ്പോസിറ്റ് എന്ത് വരണം? പരാശ്രയം. സ്വാശ്രയം പരാശ്രയമാണ്. ഓക്കെ. ഇനി എന്താണ്? നമുക്ക് കുറച്ച് വിപരീത പദം നോക്കിയാലോ. ശീക്രം. എന്താണ്? ശീക്രം വേഗത്തിൽ എന്നല്ലേ. അപ്പൊ എന്താണ് ഓപ്പോസിറ്റ് വരേണ്ടത്? മന്ദം. ഇനി ജാഗരണം ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത്? പഠിച്ചിട്ടുണ്ട് നമ്മൾ. ജാഗരണം സുഷുപ്തി. ഓക്കെ. അതേപോലെ ഭൗതികം എന്താണ്? ഭൗതികം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് ആത്മീയം. ഭൗതികം ആത്മീയമാണ്. ഇനി ചരം ഓപ്പോസിറ്റ് എന്താണ്? ചരം അചരമാണ്. അച്ചം ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത്? അച്ചം ഓപ്പോസിറ്റ് ആണ് അനച്ചം. അനച്ചമാണ്. ചരം അചരമാണ്. ശീഘ്രം മന്ദമാണ്. ജാഗരണം സുഷുപ്തിയാണ്. ഓക്കെ. അതേപോലെ അണിയത്ത്, വള്ളത്തിന്റെ അണിയത്തും വള്ളത്തിന്റെ എന്ത് പറയും? അമരം അല്ലെ. അമരക്കാരൻ, അമരം. അണിയം അമരമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഏകദേശം 1000-ഓളം. ഓളം എന്ന് പറയുന്നതും ഏകദേശം എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. അപ്പൊ എന്താണ്? നമുക്ക് ഇതോട് തെറ്റാണ്. ഉദ്ദേശം 1000-ഓളം. ഇവിടെ ഉദ്ദേശം എന്ന് പറയുന്നതും ഓളം എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏതാണ്ട് 1000-ഓളം. ഇവിടെയും എന്താണ്? ഉദ്ദേശം എന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഏകദേശം 1000 പേർ എന്ത് ചെയ്തു? സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. കാട് എന്ന വാക്കിന്റെ പര്യായ പദമല്ലാത്ത പദമേത്? കാട്. അപ്പൊ എന്ത് വരണം? കാടിന്റെ പര്യായമല്ലാത്തത് അചലമാണ്. അചലം. ഓക്കെ. അപ്പൊ കാടിന്റെ പര്യായം നിങ്ങൾ പഠിച്ചു വെച്ചോ. എന്തൊക്കെയാണ് കാടിന്റെ പര്യായം? വിപിനം കാടാണ്, അടവി കാടാണ്, കാനനം എന്താണ്? കാടാണ്. ഇനി അതേപോലെ നദിയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? നദി എന്ന് പറയുന്നത് സരിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നദിയാണ്. പിന്നെ എന്തൊക്കെ പറയാം? സരിത്തുണ്ട്. തടിനിസ എന്ന് പറയുന്ന നദിയാണ്. പുഴ എന്താണ്? നദിയാണ്. വാഹിനി എന്താണ്? നദിയാണ്. ഇതെല്ലാം നദിയുടെ പര്യായ പദങ്ങളാണ്. ഇനി മേഘവും ഒക്കെ ചോദിക്കുന്നതാണ്. മേഘം എന്താണ്? മേഘത്തിൻ്റെത് മുകിൽ എന്ന് പറയുന്നത് മേഘമാണ്. ഓക്കെ. പിന്നെന്താണ്? അംബുജമല്ല അംബുധം. അതേപോലെ തന്നെ എന്താണ്? ജലദം എന്താണ്? മേഘമാണ്. വാരിദം എന്താണ്? മേഘമാണ്. പിന്നെ നമ്മൾ മിന്നാമിനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ദുഗോപം, പ്രഭാകീടം, നിശാമണി, തൈജസകീടം എന്നൊക്കെ പറയും. എന്തിൻ്റെതാണ്? നമ്മുടെ ഈ പറയുന്ന മിന്നാമിനിങ്ങിൻ്റെതാണ്.
അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം എന്ത്? അവതാരകൻ. എന്താണ് അവതാരകൻ? അവതാരക. അവതാരകൻ ഏതാണ്? അവതാരികയൊന്നും അല്ല, എന്താണ്? അവതാരക. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ലേഖകൻ എന്താണ്? ലേഖകൻ. ലേഖകൻ ലേഖിക. ലേഖകൻ ലേഖികയാണ്. നേതാവ്. നേതാവ് സ്ത്രീലിംഗ രൂപം എന്താണ്? നേത്രി. നേതാവ് നേത്രിയാണ്. സിംഹം എന്താണ്? സിംഹം. ഒത്തിരി തവണ നമ്മൾ പറഞ്ഞു അല്ലേ, സിംഹി. സിംഹം സിംഹിയാണ്. ഇനി മാതുലൻ. മാതുലൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ സ്ത്രീലിംഗരമായിട്ട് വരേണ്ടത്? മാതുലാനി. മാതുലൻ മാതുലാനിയാണ്. ഇനി കൊമ്പൻ. കൊമ്പനാന. എന്താണ് ഓപ്പോസിറ്റ് വരേണ്ടത്? സ്ത്രീലിംഗം വരേണ്ടത്? കൊമ്പൻ പിടിയാണ്. കൊമ്പൻ പിടിയാണ്. തമ്പി. തമ്പി എന്ത് വന്നം? തമ്പി തങ്കച്ചി. തമ്പി തങ്കച്ചിയാണ്. ഓക്കെ ആണല്ലോ. രൂപവാൻ എന്ത് വന്നം? രൂപവാൻ രൂപവതി. രൂപവാൻ രൂപവതി. ഇപ്പൊ ഇത് നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ അവതാരകൻ നമ്മൾ അവതാരിക അവതാരകി എന്നൊക്കെ വരും. എന്താണ്? അവതാരക. ഒന്നും വേണ്ട, ലാസ്റ്റത്തെ ഇന്നെടുത്ത് ഒരെല്ല് ആണുങ്ങളുടെ അടുത്ത് മാറ്റിയാൽ മതി, പെണ്ണിനെ കിട്ടാനായിട്ടെന്ന് ഓർത്താൽ മതി. അവതാരകൻ മാറ്റിയിട്ട് ഇൻ മാറ്റിയിട്ട് എന്താക്കണം? അവതാരക എന്നാക്കണം. അമെൻമെന്റ്. അമെൻമെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ് അമെൻമെന്റ്? ഭേദഗതിയാണ് അല്ലെ. അമെൻമെന്റ് നമ്മൾ ഒത്തിരി തവണ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ BSc പഠിക്കുന്ന എല്ലാവർക്കും അമെൻമെന്റ് അറിയാൻ പറ്റും. അപ്പൊ എന്താണ്? ഭേദഗതിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഭഗീരഥ പ്രയത്നം. എന്താണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്? അതികഠിനമായ പ്രവൃത്തിയാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. ഓക്കെ, അതികഠിനമായി ചെയ്യുക. കാട് കാട്ടുക. എന്താണ് കാട് കാട്ടുക എന്ന് പറയുന്നത്? അബദ്ധം പ്രവർത്തിക്കുക, അതിനെയാണ് കാട് കാട്ടുക എന്ന് പറയുന്നത്. കാട് കാട്ടുക, അബദ്ധം പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ചക്രം ചവിട്ടുക. എന്നെ അവൻ ചക്രം ചവിട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ എന്താണ്? ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുക എന്നുള്ളതാണ്. ഉമ്മാക്കി കാട്ടുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉമ്മാക്കി കാട്ടുക എന്താണ്? എന്നെ ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി എന്താണ്? ശ്ലോകത്തിൽ കഴിക്കുക. അതെന്താണ് ശ്ലോകത്തിൽ കഴിക്കുക? ചുരുക്കി പറയുന്നതിനെയാണ് നമ്മൾ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. ധനാശി പാടുക. ധനാശി പാടുക എന്താണ്? ധനാശി പാടുക അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കച്ചകെട്ടുക എന്താണ്? തയ്യാറെടുക്കുക. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞല്ലേ കച്ചകെട്ടുക. കച്ചകെട്ടുക എന്താണ്? തയ്യാറെടുക്കുകയാണ്. ശരിയായ രൂപം ഏതാണ് ശരിയായ രൂപം എന്ന് പറയുന്നത്? ഇവിടെ ജഡം. ഇത് ഓപ്ഷൻ ഡി ആണ് ശരിയായ രൂപം വരേണ്ടത്. അതേപോലെ രാപകലാണ്. രാപ്പകലല്ല, രാപകലാണ് ശരി എന്ന് പറയുന്നത്. പിന്നോക്കമല്ല, പിന്നാക്കമാണ് ശരി എന്ന് പറയുന്നത്. ചുമപ്പല്ല, ചെമപ്പാണ് ശരിയായിട്ട് വരേണ്ടത്. പിന്നെന്താണ്? ഭൗതികമല്ല, ഭൗതികം. ഭൗതികമാണ് ശരി എന്ന് പറയുന്നത്. ചിലവല്ല, എന്താണ്? ചെലവാണ് ശരി. ശുപാർശയല്ല, ശിപാർശയാണ് ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, തത്വമസി. അതെങ്ങനെയാണ് എഴുതേണ്ടത്? തത്വമസി. വെറും തായല്ല കേട്ടോ, തത്വമസി. 2 താ വേണം. മൂഢൻ. മൂഢനാണവൻ. എന്താണ്? ഒരു ചുറ്റിക്കെട്ടും കൂടി വേണം. മൂഢൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മനസ്സ് എന്നതിന്റെ പര്യായ പദം ഏത്? മനസ്സ്. മനസ്സെന്ന് പറയുമ്പോൾ ഏതാണ്? മതിയാണ്. മനസ്സ്. മനസ്സ് എന്താണ്? മതിയാണ്. എന്തൊക്കെ പറയാം നമുക്ക്? ചിത്തം പറയാം. ചിത്തം. അതേപോലെ തന്നെ എന്താണ്? മാനസം അല്ലെ, മനസ്സം പറയാം. അതേപോലെ അകം പറയാം. ഇതൊക്കെ മനസ്സിന്റെ പര്യായമായിട്ട് വന്നതാണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ മാത്സ് ആണ് വരുന്നത് അല്ലെ. The price of a commodity increased by 25% in the year 2000, increased by 40% in the year 2001, and decreased 30% in the year 2002. If the price of the commodity at the beginning of 2003 was 980, what was the price of the beginning of എന്താണ് 2000? അതായത് സംഭവം ഇത്രയേ ഉള്ളൂ പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലും കൂടി ഉണ്ട് കേട്ടോ. മലയാളത്തിലെ ക്വസ്റ്റ്യൻ കൂടി വായിച്ചു നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. 2000 ഒരു സാധനത്തിന്റെ വില 25% വർദ്ധിപ്പിച്ചു. 2001 അത് എത്ര ചെയ്തു? 40% വർദ്ധിപ്പിച്ചു. അതിനുശേഷം എന്താണ്? 2002 അതിനെ 30% കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. എങ്കിൽ 2003 തുടക്കത്തിൽ ഈ സാധനത്തിന്റെ വില 980 ആണെങ്കിൽ 2000 തുടക്കത്തിലെ സാധനത്തിന്റെ വിലയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് സാധനത്തിന്റെ വില നമുക്കറിയില്ല. നമ്മൾ സാധനത്തിന്റെ വിലയെ നമ്മൾ എന്താക്കിയെടുത്തു? എക്സ് ആക്കിയെടുത്തു. ഓക്കെ, സാധനത്തിന്റെ വില എക്സ് ആണ്. അപ്പൊ 2000 ആയപ്പോഴേക്കും ആ സാധനത്തിന്റെ വില 25% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രയായിട്ട് മാറി? 125% മാറി.
2001 അത് എത്രയാക്കി മാറി? 40% വർദ്ധിച്ചു, അതായത് 140 മാറി. 2003 ആയപ്പോഴേക്കും അതെന്താണ്? 2002 ആയപ്പോഴേക്കും അത് 30% കുറഞ്ഞു, അതായത് അത് 70% മാറി. ഇപ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് 980 അല്ലെ? 2002 കഴിഞ്ഞ് 2003 തുടക്കത്തിലാണ് പറയുന്നത്. അതായത് ഇത് ചെയ്യേണ്ടത്, സാധനത്തിന്റെ വില X ആണെങ്കിൽ അതെന്ത് ചെയ്യണം നമ്മൾ? അതിന്റെ ആദ്യം 125% കണ്ടുപിടിക്കണം, അതിന്റെ 140 കണ്ടുപിടിക്കണം, അതിന്റെ 70 കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ആൻസർ. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 980 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എക്സിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യണം? എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 980 ഇൻറ്റു ഇവിടെ എന്ത് വരും? 100/125 ഇൻറ്റു 140, 100/140 ഇൻറ്റു അടുത്ത് എന്ത് വരും? 100/70 എന്ന് വരും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം ഇവിടെ എന്തൊക്കെ ചെയ്യാം? 0 0 കട്ട് ചെയ്ത് പോകും അല്ലെ? ഇവിടുത്തെ ഈ ഒരു 0 ഈ ഒരു 0 ഈ 100 അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാവുന്നത് 125 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 100 ഇൻറ്റു 100 10,000 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് 80 എന്ന് എഴുതാം അല്ലെ? 1000 കിട്ടിക്കഴിഞ്ഞാൽ 10,000 കിട്ടാൻ എന്താ? ഇൻറ്റു 10 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 10,000 ആയിരിക്കും. ഇനി നോക്കിക്കേ, ഈ 98ഉം 14ഉം കൂടി 7 തവണ പോകും. ഈ 7ഉം 7ഉം കൂടി കട്ടായി പോകും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ ഒരു 0 കൂടി ഉണ്ട് അല്ലേ? ഇവിടുത്തെ ഈ ഒരു 0 കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ 10 ഇൻറ്റു 80 എന്ന് വരും. ആൻസർ എത്രയാണ്? 800 രൂപയായിരുന്നു ആ സാധനത്തിന്റെ തുടക്കത്തിലെ വില. ഇവിടെ നിങ്ങൾ ഈ ഒരൊറ്റ കൺസെപ്റ്റ് ഓർത്തിരുന്നാൽ മതി. ആ സാധനത്തിന്റെ വിലയിൽ നിന്നാണ് കൂടിയും കുറയൊക്കെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എക്സ് ആൻഡ് മിസ്റ്റർ വൈ സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഞാൻ മലയാളം വായിക്കാം കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷ് ഞാൻ ഇട്ടിരിക്കുന്നത്. മലയാളം ചില ക്വസ്റ്റ്യൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. മിസ്റ്റർ എക്സും മിസ്റ്റർ വൈയും പ്രതിവർഷം 2,50,000 രൂപയും 5 ലക്ഷം രൂപയും നിക്ഷേപിക്കുന്നു. അതായത് ഒരു ബിസിനസ് ആണ്. ആദ്യം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് എന്ന് പറയുന്ന ഒരാള് ആദ്യം എത്ര രൂപ ഇട്ടു? 2,50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. വൈ എന്ത് ചെയ്തു? 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കിക്കേ, ഒരു വർഷത്തിന് ശേഷം മിസ്റ്റർ എക്സ് എന്ത് ചെയ്തു? വീണ്ടും 2,50,000 രൂപ ഇട്ടു. ഓക്കെ, ഇവിടെ ഇയാൾ എന്ത് ചെയ്തു? 1 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു. 1 ലക്ഷം രൂപ വിഡ്രോ ചെയ്തെന്ന് പറയുമ്പോൾ എന്താണ്? 1 ലക്ഷം രൂപ ഇവിടെ വിഡ്രോ ചെയ്തു. ഇവിടെ എന്താണ്? 2 ലക്ഷം രൂപയും കൂടി ആഡ് ചെയ്തു. ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഒരു ബിസിനസ് നടത്തി 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ലാഭം കിട്ടിയത് 6,60,000 രൂപ ലാഭം കിട്ടി. ഇവർ എങ്ങനെ പിരിച്ചെടുക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ടത്, എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യം ഇട്ടത് 2,50,000 രൂപയാണ് ഒന്നാമത്തെ വർഷം ഇട്ടത്. അത് തന്നെ എന്ത് ചെയ്തു? രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും, രണ്ടാമത്തെ വർഷം ഇത് അയാളുടെ ഒന്നാമത്തെ വർഷമാണ്, ഇത് എക്സ് ആണ്. രണ്ടാമത്തെ വർഷമായപ്പോൾ അയാളുടെ എമൗണ്ട് ടോട്ടൽ എത്രയായി? വീണ്ടും അയാൾ 2,50,000 രൂപ ഇട്ടു. അപ്പൊ എന്തായി അയാളുടെ എമൗണ്ട് എന്ന് പറയുന്നത്? 5 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ എക്സിന്റെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. 2,50,000 ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ടോട്ടൽ എത്രയായി? എക്സ് ഇപ്പൊ മൊത്തം രണ്ടാമത്തെ വർഷമായപ്പോ എക്സിന്റെ 5 ലക്ഷം രൂപ എവിടെയുണ്ട്? ബിസിനസ്സിലുണ്ട്. അത്രയും നിങ്ങൾ ഓർത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ പറയാണ് വൈയുടെ കാര്യം പറഞ്ഞു. വൈ ആദ്യം എന്ത് ചെയ്തു? 5 ലക്ഷം രൂപ ഇട്ടു. ഓക്കെ ആണല്ലോ? അപ്പോഴേക്കും വീണ്ടും എന്ത് ചെയ്തു? 1 ലക്ഷം രൂപ പിൻവലിച്ചു. അപ്പൊ രണ്ടാമത്തെ വർഷം ആയപ്പോഴേക്കും അത് എത്ര രൂപയായിട്ട് മാറി? 4 ലക്ഷം രൂപയായിട്ട് മാറി. ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 4 ലക്ഷം. അതായത് രണ്ടാമത്തെ വർഷമായപ്പോ എക്സിന്റെ 5 ലക്ഷം രൂപ ബിസിനസ്സിലുണ്ട്, വൈയുടെ 4 ലക്ഷം രൂപയും ബിസിനസ്സിലുണ്ട്. ഇതങ്ങ് കൂട്ടിയാൽ മതി. 7,50,000. ഓക്കെ, ഇവിടെ എത്രയാണ്? 9 ലക്ഷം. ഓക്കെ, ഇതാണ് ഇവരുടെ എമൗണ്ട് എന്ന് പറയുന്നത്. എക്സിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 7,50,000 ആണ്. വൈയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 9 ലക്ഷമാണ്. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു എന്നല്ല പറയുന്നത്. ഇവര് ഓരോ വർഷത്തെയും എമൗണ്ട്, ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ വർഷമാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നും കൂടി കൂട്ടി വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഇവരുടെ റേഷ്യോ കണ്ടുപിടിക്കണം. ഇത് നമ്മളെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പൂജ്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ ബാക്കി ഇവിടെ എത്ര വരും? ഇവിടെയും 3 0 ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ബാക്കി എന്ന് പറയുന്നത് 75 വരും. 75ഉം
90 എന്ന് വരും. ഇവിടുത്തെ 4 ഇവിടുത്തെ 4 കൂടി കട്ട് ചെയ്യുമ്പോൾ ബാക്കി 75:90 എന്ന് വരും. നമുക്ക് ഇതിനെ എന്തുകൊണ്ട് കട്ട് ചെയ്യാം? 15 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 വരും, 5:6 എന്ന് വരും. ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ ഇത് എക്സിന്റെ ആണ്, ഇത് വൈയുടേതാണ്. ഇത് കണ്ടുപിടിച്ചാൽ മതി. എക്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണോ റേഷ്യോ ഡിവൈഡഡ് ബൈ റേഷ്യോയുടെ തുക 5ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 11 ഇൻറ്റു എത്രയാണ് ലാഭം? 6,60,000 രൂപയാണ് ലാഭം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ 1166 6 തവണ 6 × 5 എന്ന് പറയുന്നത് 30 അല്ലെ. അപ്പൊ എത്ര വരും? 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുന്നത്? എക്സിന് ലഭിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആരുടേതാണ്? ഓരോരുത്തരുടെയും ലാഭമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വൈക്ക് എത്രയായിരിക്കും ലാഭം കിട്ടേണ്ടത്? 6 / 11 × 6,60,000. അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് നോക്കിയാൽ മതി. ഇവിടെയും എന്ത് ചെയ്യും? ഇവിടെ ഇതും കൂടി കട്ടായി പോകും. 11 അല്ലല്ല 6 തവണ വരും. 6 × 6 36. അപ്പൊ ഇവിടെ എത്ര വരും? 3,60,000 രൂപയാണ് വൈക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? എക്സിന് 3 ലക്ഷവും വൈക്ക് 3,60,000 രൂപയും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 50 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ ഒരു അത്ലറ്റ് ആദ്യത്തെ 20 കിലോമീറ്റർ, അപ്പൊ അത്ലറ്റ് ഓടുവാണ്, മൊത്തം 50 കിലോമീറ്റർ ഉണ്ട്. അയാൾ ആദ്യത്തെ 20 കിലോമീറ്റർ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? 5 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലാണ് ഓടുന്നത്. അടുത്ത 14 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ വേഗതയിലാണ്? അടുത്ത 14 കിലോമീറ്റർ 7 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലാണ് ഓടുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത എത്രയാണ്? 16 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? 8 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഓടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഓരോന്നിൻ്റെയും ശരാശരി വേഗത കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ആകെ ദൂരത്തെ ആകെ സമയം കൊണ്ടാണ് ഹരിക്കേണ്ടത്. ടോട്ടൽ അല്ലെ, ടോട്ടൽ ടൈമിന് എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസ് കൊണ്ട് അല്ലെ, ടോട്ടൽ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ഡിസ്റ്റൻസ് കിട്ടി. ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? ഇവിടുത്തെ സ്പീഡാണ്. നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എത്ര വരും? 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 / 5 എന്ന് പറയുന്നത് 4 മണിക്കൂറാണ് അയാൾ യാത്ര ചെയ്തത്. ഇവിടെ എത്ര വരും? 14 / 7 എന്ന് പറയുന്നത് 2 മണിക്കൂറാണ് അയാൾ യാത്ര ചെയ്തത്. ഇവിടെ എത്ര വരും? 16 / 2 എന്ന് പറയുന്നത് 16 / 8 എന്ന് പറയുന്നത് 2 മണിക്കൂർ. സോ ടോട്ടൽ എത്ര വരും? 5 4 2 6 6 2 8 മണിക്കൂർ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? യാത്ര ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എത്രയാണ് നമുക്ക് വേണ്ടത്? ശരാശരിയാണ് അല്ലേ. അപ്പൊ ആകെ ദൂരം ബൈ ആകെ സമയമാണ്. ദൂരം എന്ന് പറയുന്നത് 50 ആണ്. 50/8 ചെയ്താൽ മതി ചെയ്യാനായിട്ട്. ഇവിടെ എത്ര വരും? 25 / 4 എന്ന് വരും. 25നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ 25നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 6 4 24 വരും. ബാക്കി ശിഷ്ടം 1 വരും. പിന്നെ എന്താണ്? നമുക്ക് എന്താ പോയിന്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ 0 2 6.2 വരെയും വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 6.25 കിലോമീറ്റർ പെർ അവർ ആണ് അദ്ദേഹത്തിന്റെ ശരാശരി വേഗത എന്ന് പറയുന്നത്. മണിക്കൂറിൽ 64 കിലോമീറ്ററും മണിക്കൂറിൽ 46 കിലോമീറ്ററും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 വാഹനങ്ങൾ 2 മിനിറ്റിനുള്ളിൽ പരസ്പരം ഒരേ ദിശയാണല്ലേ പറയുന്നത്. ഒരേ ദിശയാകുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യത്തെ വാഹനത്തിന്റെ നീളം 150. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 വാഹനങ്ങളുടെയും തുകയാണെന്ന് നമുക്കറിയാം. ഓക്കെ ആണല്ലോ. ഇനി പറയുന്നത് 64 കിലോമീറ്ററും 46 കിലോമീറ്ററും വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ വേഗത എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടത്? സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് മൈനസ് ചെയ്യണം അല്ലെ. സ്പീഡ് ഇവിടെ ഒരേ ദിശയായതുകൊണ്ട് തന്നെ വേഗതകൾ തമ്മിൽ മൈനസ് ചെയ്യണം. 64ൽ നിന്ന് 46 കുറയ്ക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 14, ഇവിടെ 8 വരും അല്ലെ, 18 വരും. അപ്പൊ ഇവിടെ 18 കിലോമീറ്റർ പെർ അവർ ആണ് എന്തെന്ന് പറയുന്നത്? ഇയാളുടെ വേഗത എന്ന് പറയുന്നത്. ഈ 18 കിലോമീറ്റർ പെർ അവർ 2 വാഹനങ്ങളുടെ വേഗത പറയുമ്പോഴേക്കും ഇവിടെ തന്നിരിക്കുന്നത് മിനിറ്റിലാണല്ലേ തന്നിരിക്കുന്നത്. ഇവിടെ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിന് എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 18 × 5/18 ചെയ്യുക. കട്ടായി പോകും. 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത. അപ്പൊ നമുക്ക് സ്പീഡ് കിട്ടി 5 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ്. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ 2 × 60 ചെയ്താൽ മതി. സോ 120 ആണ് സെക്കൻഡിലേക്ക് വരുന്ന സമയം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ എല്ലാം കിട്ടി അല്ലേ. ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 + x ആണ്. സ്പീഡ് അറിയാം, ടൈം അറിയാം. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 5 ആണ്.
ടൈം എന്ന് പറയുന്നത് 120 ആണ്. ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത് 600 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 പ്ലസ് എക്സ് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 600-ൽ നിന്ന് 150 മൈനസ് ചെയ്യുമ്പോൾ 450 മീറ്റർ ആണ് രണ്ടാമത്തെ വാഹനത്തിന്റെ നീളമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. എ വാട്ടർ ടാങ്കിന്റെ ഷേപ്പ് ഓഫ് എ ബക്കറ്റ്. നമുക്ക് മലയാളത്തിൽ നോക്കാം ക്വസ്റ്റ്യൻ. ഒരു ബക്കറ്റിന്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്കിന്റെ മുകളിൽ നിന്നും 50 സെന്റിമീറ്ററും താഴെ 32 സെന്റിമീറ്ററും വ്യാസമാണുള്ളത്. 42 സെന്റിമീറ്റർ ഉയരമുള്ള വാട്ടർ ടാങ്കിന്റെ ശേഷി ലിറ്ററിൽ എത്രയാണ്? അതായത് പറയുന്ന അതിനൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതായത് ഇത് ഫ്രസ്ട്രം എന്ന് പറയും. ഓക്കെ, അതായത് നമുക്കറിയാം കോൺ. ഇത് ഈ കോൺ എന്ന് പറയുന്ന ഒരു സാധനത്തെ കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതല്ല. ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോണായിട്ട് കിട്ടും. നമുക്ക് ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉണ്ടാകുള്ളൂ. ബക്കറ്റിന്റെ ആകൃതിയിലുള്ള വാട്ടർ ടാങ്കിന്റെ മുകളിൽ 50 സെന്റിമീറ്ററും താഴെ 32 സെന്റിമീറ്ററും വ്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാസം എന്ന് പറയുമ്പോൾ ഇതിന്റെ ആരം എത്രയായിരിക്കും? ഇവിടെ 25ഉം ഇതിന്റെ പകുതി എന്ന് പറയുന്നത് 16ഉം ആയിരിക്കും ആരം. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 42 ആണ് ഹൈറ്റ്. ഫിഗർ നല്ല വൃത്തിയായിട്ട് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ബക്കറ്റ്. ഈ തന്നിരിക്കുന്നത് 25 ആണ്, ഈ തന്നിരിക്കുന്നത് 16 ആണ്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 42 ആണ്. വ്യാപ്തം വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/3 പൈ എച്ച് വരെ നമ്മൾ എന്താണ് കോണിന്റെ പഠിക്കുന്നത്? 1/3 പൈ ആർ എച്ച് എന്ന് നമ്മൾ പഠിക്കും അല്ലേ? ഇവിടെ നമുക്ക് 1/3 പൈ എച്ച് അവിടം വരെ വേണം. ഈ ആറെന്ന് പറയുന്നതിന് മാത്രമാണ് അവിടെ വ്യത്യാസമുള്ളത്. ആറെന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ആർ സ്ക്വയർ മുകളിലുള്ളത് പ്ലസ് താഴെയുള്ളത് പ്ലസ് രണ്ടിൻ്റെയും കൂടി മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. 1/3 പൈ എച്ച് വരെ, പൈ ആർ എച്ച് ആണ് നമ്മുടെ കോണിന്റെ ഇക്വേഷൻ. അതിൽ ആറിന് മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇവിടെ എന്ത് വരും? 1/3 പൈയുടെ വാല്യൂ നമുക്ക് 22/7 കൊടുക്കാം. എച്ച് എന്ന് പറയുന്നത് 42 ആണ്. അടുത്തത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് 25 സ്ക്വയർ പ്ലസ് 16ന്റെ സ്ക്വയർ പ്ലസ് 25 ഇൻറ്റു 16. ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം അല്ലേ? 7 6 7 42 അല്ലേ? ഇതുമായിട്ട് കട്ട് ചെയ്യാം. അതേപോലെ 3 2 6 ആണ്. ഇവിടെ 2 വരും. 22 ഇൻറ്റു 2 എന്ന് പറയുന്നത് 44 ആണ്. 25ന്റെ സ്ക്വയർ 625 ആണ്. 16ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 256 ആണ്. 25 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ 400 ആണ് വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 44 ഇൻറ്റു 1281 വരും. ആൻസർ വരേണ്ടത് 56,364 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അത്രയും സെന്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ലിറ്ററിലോട്ട് മാറ്റാനായിട്ട് 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുക. 56.364 ലിറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ലിറ്റർ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സം ലാംഗ്വേജ് കേരള ഈസ് ഡിനോട്ടഡ് ബൈ OIVEPE. ദെൻ ഇൻ ദ സെയിം ലാംഗ്വേജ് ഹൗ ഈസ് ഒറീസ ഡിനോട്ടഡ്? കേരള എന്ന് പറയുന്നതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? കേരള എങ്ങനെയാണ് വന്നിരിക്കുന്നത്? OIVEPE എന്നാണ് കേരളയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ കെ കഴിഞ്ഞിട്ട് LMNO +4 ആണ് വേണ്ടത്. ഇവിടെയും എന്താണ്? +4 ആണ്. 6 കഴിഞ്ഞിട്ട് STUV +4 ആണ്. ABCDE അല്ലേ? +4. ഇവിടെയും +4 ആണ്, ഇവിടെയും +4 ആണ്. എല്ലാം +4 ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഒറീസയ്ക്ക് +4 ചെയ്യണം. O കഴിഞ്ഞിട്ട് +4 ചെയ്യുമ്പോഴേക്കും എന്ത് വരും? PQRS. എസ് ഉള്ളത് ആദ്യം വന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്തോ. ഇനി വ്യത്യാസമുള്ളത് മാത്രം നോക്കിയാൽ മതി. SVW ആണോ M ആണോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും B ആണെന്ന് മനസ്സിലായി. I കഴിഞ്ഞിട്ട് നോക്കിക്കേ, J ഉണ്ട്, K ഉണ്ട്, L കഴിഞ്ഞ് M വന്നം എന്താ? S കഴിഞ്ഞ് നോക്കിക്കേ, STUV അടുത്ത W. അപ്പോൾ ഇവിടെ എന്ത് വന്നം? SVMWWE എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. The next term of the sequence 1434 133 252. അവിടെ നോക്കിക്കേ, തന്നിരിക്കുന്നത് ഈ 14 എന്ന് പറയുന്നത് 14നെ നമുക്ക് 2ന്റെ ക്യൂബിനോട് 6 കൂട്ടുമ്പോഴാണ് 14 കിട്ടുന്നത്. ഇനി 34 എന്ന് പറയുന്നത്
3യുടെ ക്യൂബിനോട് നമ്മൾ 7 കൂട്ടുന്നതാണ്. അതായത് 8 + 6 ആണ് 14. ഇവിടെ 3യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ 27 + 7 ആണ് 34 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 133 എന്ന് പറയുന്നത് 5ന്റെ ക്യൂബിനോട് നമുക്ക് എന്ത് കൂട്ടണം? 8 കൂട്ടണം. 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 125 ആണ്. അതിനോട് 8 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 133 കിട്ടും. നെക്സ്റ്റ് വരേണ്ടത് എന്താണ്? 352 എന്ന് പറയുന്നത് 7ന്റെ ക്യൂബിനോട് 9 കൂട്ടണം. 7ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. അതിനോട് 9 കൂട്ടുമ്പോഴാണ് 352 വരേണ്ടത്. സോ നെക്സ്റ്റ് എന്തായിരിക്കണം വരേണ്ടത്? 2, 3, 5, 7. അടുത്ത് എന്ത് വരണം? 9 ആണോ വരേണ്ടത്? നമ്മൾക്കിവിടെ 9ലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഇവിടെ 2 വന്നതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ഒരു പ്രൈം നമ്പേഴ്സിന്റെ സെറ്റാണ്. 2, 3, 5, 7, 9 ഇല്ല, 10 ഇല്ല. പിന്നെ വരേണ്ടത് 11 ആണ്. 11ന്റെ ക്യൂബിനോട് എന്ത് കൂട്ടണം? നമ്മളിവിടെ 10 കൂട്ടിയാൽ മതി അല്ലെ. 6, 7, 8, 9, 10 ആണ്. 11ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1331 ആണ്. അതിനോട് 10 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 1341. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു കുടുംബ ചടങ്ങിനിടെ ഒരു സ്ത്രീ ഒരു പുരുഷനെ ചൂണ്ടി പറയുന്നു. ഒരു സ്ത്രീ, ഇതാണ് നമ്മുടെ സ്ത്രീ എന്ന് പറയുന്നത്. ഓക്കെ, സ്ത്രീ ഒരു പുരുഷനെ ചൂണ്ടിയിട്ട്, അവിടെ ഒരു പുരുഷനുണ്ട്, മെയിലുണ്ട്, അയാളെ ചൂണ്ടി പറയുന്നു, എൻ്റെ അമ്മ അവൻ്റെ അമ്മയുടെ ഏക മകളാണ്. എന്താ പറയുന്നത്? എൻ്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ അവൻ്റെ അമ്മയുടെ ഏക മകളാണ്. അപ്പൊ ഇതാണ് അവൻ്റെ അമ്മ. ഓക്കെ, ഇതാണ് അയാളുടെ അമ്മ എന്ന് പറയുന്നത്. അവൻ്റെ അമ്മയുടെ ഏക മകളാണെന്ന് പറയുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും അമ്മയാണിത് അല്ലെ. അപ്പൊ ഇതാരാണ്? ഇത് ഈ പെൺകുട്ടിയുടെ അമ്മയാണ്. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ എന്തായിരിക്കും? ഈ ഒരാളുടെ 2 മക്കളാണ് ഈ പറയുന്നത്. ഇയാളെ ചൂണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇയാൾ. അപ്പൊ ആരായിരിക്കും അത്? മരുമകളായിരിക്കും അല്ലെ, നീസ് ആയിരിക്കും. ആ സ്ത്രീക്ക് പുരുഷനുമായുള്ള ബന്ധം എന്ന് പറയുന്നത് മരുമകളാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. MNO എന്നത് ഒരു നഗരത്തിലെ 3 പട്ടണങ്ങളാണ്. NMൽ നിന്നും 20 കിലോമീറ്ററും നോക്കാം. നമുക്ക് വരച്ച് നോക്കാം. ഇതെന്താണ്? ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ ആണല്ലോ. എമ്മും എന്നും ഒയും എന്നത് നഗരത്തിലെ 3 പട്ടണങ്ങളാണ്. എമ്മിൽ നിന്ന് കിഴക്ക് 20 കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ എം എന്ന് പറയുന്നത്. എന്നിൽ നിന്ന് കിഴക്ക്, എമ്മിൽ നിന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് എമ്മിൽ നിന്ന് കിഴക്ക് 20 കിലോമീറ്റർ ആണ്. സോ ഇത് 20 ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 15 കിലോമീറ്ററും. എന്ന് പറയുന്നത് എമ്മിൽ നിന്ന് 15 കിലോമീറ്ററും ആണെങ്കിൽ ഇവ തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. എന്ത് വരും? √20² + 15² എന്ന് വരും. എന്ത് വരും? √400 + 225 എന്ന് വരും. √625 എന്ന് വരും. ആൻസർ എത്രയാണ്? 25 ആണ്. സോ ആൻസർ 25 കിലോമീറ്റർ ആണ് എമ്മും എന്നും തമ്മിലുള്ള, ഒയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ഇത് N, ഇത് O. ABC എന്നിവയാണ് ഒരു പ്രദേശത്തെ 3 സ്ഥാപനങ്ങൾ. ഇൻസ്റ്റിറ്റ്യൂഷൻ എയിൽ ഓരോ 45 മിനിറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? ബെല്ലടിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ബിയിൽ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇത് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെയും എന്താക്കാം? മിനിറ്റിലോട്ട് മാറ്റാം. 60 മിനിറ്റ്. സിയിൽ ഓരോ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 120 മിനിറ്റിലാണ് ബെല്ലടിക്കുന്നത്. അവയെല്ലാം ഒരുമിച്ച് 9 മണിക്ക് ബെല്ലടിച്ചാൽ, ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്കറിയാം ഇതിന്റെ LCM കണ്ടുപിടിച്ചാൽ മതി അല്ലേ. 35, 60, 120 LCM കണ്ടുപിടിക്കുക. ഇവിടെ എന്ത് വരണം? ഇവിടെ 15 കൊണ്ട് ചെയ്താൽ നമുക്ക് എളുപ്പത്തിനാണ്. 15ന്റെ ടേബിൾ ആകുമ്പോൾ ഇവിടെ 3 തവണ വരും. ഇവിടെ എത്രയാണ്? 4 തവണ വരും. ഇവിടെ 8 തവണ വരും. എഗെയിൻ നമുക്ക് ഇതിനെ 2 കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. 2 കൊണ്ടെന്ന് പറയുമ്പോൾ എത്ര വരും ആൻസർ എന്ന് പറയുന്നത്? 2 ആകുമ്പോൾ 3, ഇവിടെ 2 വരും, ഇവിടെ 4 വരും. ഓക്കെ, എഗെയിൻ നമുക്കിതിനെ 2 കൊണ്ട് ചെയ്യുമ്പോഴേക്കും എന്ത് വരും? 3, 1, 2 എന്ന് വരും. 15 × 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 30. 30 × 2 60. 60 × 3 എന്ന് പറയുന്നത് 180. 180 × 2 എന്ന് പറയുന്നത് 360. സോ LCM എന്ന് പറയുന്നത് 360 ആണ്. അതായത് 360 മിനിറ്റ് ആണ് വരേണ്ടത്. 360 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 മണിക്കൂറാണ് അല്ലേ. 360 ÷ 6 ചെയ്ത് നോക്കിയാൽ മതി. 6 മണിക്കൂറാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി 9 മണിക്ക് ബെല്ലടിച്ചു കഴിഞ്ഞാൽ അടുത്ത എത്രയാണ്? അപ്പൊ ഇതിനോടുകൂടി നമുക്ക് എന്ത് ചെയ്യണം? ഈ 9 മണിയോടുകൂടി നമുക്ക് ഈ 6 കൂട്ടിയാൽ മതി. 9 മണിയോടുകൂടി 6 കൂട്ടുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 15 മണി. 15 മണി എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 PM ആണ് അല്ലെ. 12 കഴിഞ്ഞ് 12 + 3 അല്ലേ 15 എന്ന് പറയുന്നത്. അപ്പം 3 PM. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. 3 PM ഇവ ഒരുമിച്ച് എന്ത് ചെയ്യുന്നത്? ബെല്ലടിക്കുന്നത്.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ബാക്കി ഇനി അടുത്ത ഡെയിലി ബൂസ്റ്റർ SCERT ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്